ന്യൂസ് 16 കേരള. രൂക്ഷ ഭക്ഷ്യക്ഷാമത്തിൽ റഫ അതിർത്തി ശേഷിക്കുന്നത് കഷ്ടിച്ച് ഒരാഴ്ചത്തേക്കുള്ള ഭക്ഷണം മാത്രം. റഫ അതിർത്തിയുടെ നിയന്ത്രണം ഇസ്രായേൽ സൈന്യം ഏറ്റെടുത്തതോടെ ജനങ്ങൾ കനത്ത പട്ടിണിയിലെന്ന് റിപ്പോർട്ട്. കരയാക്രമണം ആരംഭിച്ചതോടെ നിരവധി ആളുകൾ റഫക്ക് സമീപമുള്ള പ്രദേശങ്ങളിൽ നിന്ന് കുടിയൊഴിപ്പിക്കപ്പെട്ടെന്നും ഈ മേഖലകൾ ഇനി ശേഷിക്കുന്നത് ഒരാഴ്ചത്തേക്കുള്ള ഭക്ഷണ സാധനങ്ങൾ മാത്രമാണെന്നും ഉദ്യോഗസ്ഥർ പറഞ്ഞു. മെയ് 6 റഫയുടെ നിയന്ത്രണം ഇസ്രായേൽ പൂർണ്ണമായി ഏറ്റെടുത്തതിൽ പിന്നെ ഗസയിലേക്കുള്ള സഹായങ്ങൾ നിലച്ചെന്ന് ഐക്യരാഷ്ട്രസഭയുടെ ഫലസ്തീൻ അഭയാർത്ഥി ഏജൻസി വക്താവ് ജൂലി ടൂമ പറഞ്ഞു. മെയ് 6 ശേഷം വെറും 6 ട്രക്കുകൾ മാത്രമാണ് ഭക്ഷണവുമായി ഗസയിലേക്ക് പ്രവേശിച്ചത്. ഇത് ഭക്ഷ്യസാധനങ്ങൾ കുറയ്ക്കുന്നതിനും വില കുതിച്ചുയരുന്നതിനും കാരണമായിട്ടുണ്ട്. ഇത് വലിയ പ്രതിസന്ധിയിലേക്കാണ് ഗസയെ എത്തിക്കുക, ജൂലി ടൂമ പറഞ്ഞു. കഴിഞ്ഞ ആഴ്ച ഇസ്രായേൽ ആക്രമണം നടത്തിയതിനു ശേഷം ഏകദേശം 4 ലക്ഷത്തിലധികം ആളുകൾ തെക്കൻ ഗസയിൽ നിന്ന് പലായനം ചെയ്തെന്നാണ് ഫലസ്തീൻ അഭയാർത്ഥി ഏജൻസിയുടെ റിപ്പോർട്ട്. ഇവർക്ക് പോകാൻ സുരക്ഷിതമായ ഒരു സ്ഥലവുമില്ലെന്നും പലരും ഖാൻ യൂണിസിലേക്കും അൽബലാഹിലേക്കുമാണ് പലായനം ചെയ്തതെന്നും കുടിയേറ്റ പ്രദേശങ്ങളെയും ഭക്ഷ്യക്ഷാമം ബാധിച്ചിട്ടുണ്ടെന്നും റിപ്പോർട്ടിൽ പറയുന്നു. ഇതിനിടയിലും ഗസയിലേക്കെത്തിയ സഹായ ട്രക്കുകളെ ഇസ്രയേലി കുടിയേറ്റക്കാർ ആക്രമിക്കുന്നതിന്റെ ദൃശ്യങ്ങൾ പുറത്തു വന്നിരുന്നു. ജോർദാൻ സഹായ സംഘത്തിന് നേരെ തിങ്കളാഴ്ചയാണ് ഇസ്രയേലി കുടിയേറ്റക്കാർ ആക്രമണം നടത്തിയത്. ന്യൂസ് 16 ന്യൂസ് ഡെസ്ക്. പക്ഷമില്ല, വിവേചനമില്ല. നേരിനൊപ്പം, നാടിനൊപ്പം, നാട്ടുകാർക്കൊപ്പം. ന്യൂസ് 16 കേരള ചാനൽ.